കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ഇടുക്കി പീരുമേടിന് സമീപം വനത്തിനുള്ളിലാണ് കാട്ടാന ആക്രമിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകവെയാണ് സീതയെ കാട്ടാന ആക്രമിച്ചത്. വിവരങ്ങളുമായി ജോസിൽ ചേരുന്നു. ജോസിൽ, എന്തായിരുന്നു സംഭവം? അജിംഷാദ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സീത വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കാടിനുള്ളിലേക്ക് പോയത്. എന്നാൽ സാധാരണ തിരിച്ചു വരുന്ന സമയമായിട്ടും തിരിച്ചു വരാത്ത സാഹചര്യത്തിലാണ് ആളുകൾ അന്വേഷിച്ചു പോയപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ അവശയായ നിലയിലാണ് സീതയെ കണ്ടെത്തിയത്. അതിനുശേഷം ഈ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഈ കാടിനുള്ളിലേക്ക് പോയത്. അതിനുള്ളിൽ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. അജിംഷാദ്, തീർച്ചയായും ഈ സീതയ്ക്ക് ആക്രമണമുണ്ടായി, പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നോ കാട്ടിനുള്ളിൽ? അങ്ങനെ കാണാതായി, പിന്നീട് തെരഞ്ഞെത്തി, അങ്ങനെയാണോ സംഭവം? ഈ ഉച്ചയ്ക്ക് ശേഷം കാണാതായതിനെ തുടർന്ന് തിരിച്ചെത്തിയപ്പോൾ അവശ നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പീരുമേട് കാടിനുള്ളിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഈ കാട്ടാന ആക്രമണത്തിൽ ഇവര് സ്ഥിരമായിട്ട് ഈ കാടിനുള്ളിൽ പോയി വനവിഭവങ്ങളൊക്കെ, തേനടക്കമുള്ള മറ്റ് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആളുകളൊക്കെയാണ്. അവര് കാടിനെ സംബന്ധിച്ച് നല്ല പരിചയമുള്ള ആളുകളുമാണ്. പക്ഷേ ഈ കാട്ടാനയുടെ മുമ്പിൽ പെടുകയും ആക്രമണത്തിൽ ഇരയാവുകയുമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അജിംഷാദ്, തീർച്ചയായും വന്യജീവിയുടെ ആക്രമണത്തിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.